ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യെശയ്യാവ് 50 വായിക്കുന്നത് പോലെ ഇങ്ങനെ എഴുന്നേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു രാവിലെ എഴുന്നേറ്റ പോലെ. യേശു എങ്ങനെ എഴുന്നേറ്റെന്ന് നിങ്ങൾക്കറിയാമോ? യേശു രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് യെശയ്യാവ് 50 നാം അത് കാണുന്നു. യെശയ്യാവ് 50 4 വാക്യത്തിൻ്റെ അവസാന ഭാഗം. യെശയ്യാവ് 50 4 അവസാന ഭാഗം. യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് ഇത്. പിതാവ് അവനെ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവനെൻ്റെ ചെവിയെ ഉണർത്തുന്നു. അതിനർത്ഥം, കർത്താവെ, ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു അതിരാവിലെ എഴുന്നേറ്റ് മരുഭൂമിയിലേക്ക് പോയെന്ന് നിങ്ങൾ വായിക്കുന്നില്ലേ? കേൾക്കാൻ. ഞാൻ പറഞ്ഞ, കർത്താവെ, എനിക്കും അതാണ് വേണ്ടത്. രാവിലെ ഞാൻ അതാണ് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, കർത്താവെ, ഇപ്പം എൻ്റെ ചെവിയെ തുറക്കണേ. കർത്താവെ, ഇപ്പം എൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ അകത്തെ ചെവി അവിടുന്ന് തുറക്കണേ. ഇന്ന് അവിടുന്ന് എന്താണ് എന്നോട് പറയുന്നത്? എനിക്ക് മറിയെ പോലെയാകണം. മാർത്തയെ പോലെയല്ല, ചാടി എഴുന്നേറ്റ് ഇതും അതും ഒക്കെ ചെയ്യുക. എനിക്ക് കേൾക്കണം. എൻ്റെ ഭാര്യ ഉറങ്ങുമ്പം തന്നെ എന്താണ് അവിടുന്ന് പറയുന്നത് എനിക്ക് കേൾക്കണം. രാത്രിയുടെ മധ്യത്തിൽ നിങ്ങൾ ഉണർന്നാൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ്, പിതാവേ, നീ എന്തിനാണ് ഉണർത്തിയത്? നിനക്ക് എന്തെങ്കിലും പറയണോ? ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ നിങ്ങളെ ഉണർത്തിയത് എന്തോ കാര്യം നിന്നോട് പറയാനാണ്. കർത്താവേ, ഇന്ന് എനിക്കത് നിറവേറ്റണം. എനിക്ക് വേണ്ടിയത് അടുത്ത 10 വർഷത്തേക്കുള്ള പദ്ധതിയല്ല. കർത്താവെ, ഞാൻ ഇന്നെന്താണ് ഞാൻ ദിനം പ്രതി ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദമൊന്നും കേട്ട് കാണുകയില്ല. ഞാൻ അറിയാതെ എൻ്റെ പാദങ്ങളെ അവിടുത്തെ വഴിക്ക് നടത്തണേ. ഇന്ന് ഞാൻ ആരുടെ അടുക്കൽ പോകണമോ അവിടത്തേക്ക് എന്നെ നടത്തണേ. ഞാൻ ചെയ്യേണ്ടത് എന്നെ പഠിപ്പിക്കണേ. ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഒരു ചെറിയ അപകടമാകാം. താഴെ വീണ് നിങ്ങൾക്ക് പരിക്ക് പറ്റി പറയുക, കർത്താവെ നന്ദി, ഞാൻ എന്താ ഇവിടുന്ന് പഠിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം യേശു പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും, അങ്ങ് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ച് അങ്ങേ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നാം എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? അതെ. ഇപ്പം യോഹന്നാൻ 17:4 നാം വായിച്ചല്ലോ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ ചെയ്യുവാൻ തന്ന വേല തികച്ചുമിരിക്കുന്നു. അതിനുവേണ്ടി അവൻ ചൈനയിൽ പോയില്ല, അവൻ ആഫ്രിക്കയിൽ പോയില്ല. അപൂർവമായിട്ട് മാത്രമേ അവൻ ഇസ്രായേലിന് വെളിയിൽ യാത്ര ചെയ്തുള്ളൂ, 1-2 ചെറിയ ഗ്രാമങ്ങളിൽ മാത്രം. എന്നിട്ടും ദൈവം അവന് കൊടുത്ത വേല അവൻ പൂർത്തീകരിച്ചു. ഒരിക്കലും ചിന്തിക്കരുത് ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ വേല തികയ്ക്കുന്നത്. നല്ല, നീ പാർക്കുന്ന ആ സ്ഥലത്തിന് വെളിയിലേ നീ പോയിട്ടുണ്ടാകില്ല. 30 കൊല്ലം അവൻ ജീവിച്ചത് നസറത്തിൽ മാത്രമായിരുന്നു. എന്നിട്ടും അവൻ്റെ വേല അവൻ തികച്ചു. പിന്നെ ദൈവം അവനോട് പറഞ്ഞ മറ്റിടങ്ങളിലേക്ക് അവൻ പോയി. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നിങ്ങൾ പറയുക, ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടത്. ദൈവത്തിന് നമ്മുടെ നികളത്തെ തകർക്കേണ്ടതുണ്ട്. എനിക്ക് ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യാൻ കഴിയും, അത് ചെയ്യാൻ കഴിയും. ഞാൻ പറയട്ടെ, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിത്യതയിൽ നിലനിൽക്കുന്ന ഒന്നും അവൻ പറയുന്ന മാത്രം ചെയ്യുക, അത് നിത്യതയിലേക്ക് നിലനിൽക്കും. ഇത് യേശുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 2 തീമോത്തിയോസ് 4 അധ്യായം. 2 തീമോത്തിയോസ് 4 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ദൈവഹിതം ഞാൻ നിറവേറ്റി. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ഇതെങ്ങനെ സംഭവിച്ച്? അങ്ങ് 1-ാം നാൾ മുതൽ നസറേത്തിലൊരു പൂർണ്ണ ജീവിതം നയിച്ചു. എന്നാൽ പൗലോസ് 30 കൊല്ലം ക്രിസ്ത്യാനികൾക്കെതിരെ പൊരുതുകയായിരുന്നു. അത് അവിടുത്തെ ഉദ്ദേശമല്ലായിരുന്നല്ലോ. 30 കൊല്ലം അവൻ ക്രിസ്ത്യാനികൾക്കെതിരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നില്ല. അവൻ മതഭക്തനായിരുന്നെങ്കിലും 30 കൊല്ലം മാനസാന്തരപ്പെടാതെ ദൈവമില്ലാത്ത ഒരു മനുഷ്യരായിരുന്നു. അവന് ദൈവത്തെ അറിയില്ലായിരുന്നു. 30 കൊല്ലം ക്രിസ്ത്യാനികൾക്കെതിരെ അവൻ പോരാടി. എന്നിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ പൂർത്തിയാക്കുന്ന അങ്ങനെ പറഞ്ഞത്. ദൈവം എന്നെ കാണിച്ചത് തൻ്റെ മഹാകരുണയാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. പൗലോസ് തൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ മറ്റുള്ളവരെയും പഠിപ്പിച്ചു. നമുക്കത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം അത് വായിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലാണ്. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വാക്യം.
അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. അഥേന്യരോട് ആണ് പൗലോസ് ഇത് പറയുന്നത്. ഗ്രീസിലെ ഒരു സ്ഥലമാണിത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. 30 കൊല്ലം അവൻ അറിയായ്മയിൽ ജീവിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാനത് മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴുകി കളഞ്ഞിരിക്കുന്നു, ഞാനത് പരിഗണിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷവും അറിയായ്മയുടെ കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇതാണ് സൽവാർത്ത. അതോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട. ദൈവം അത് പരിഗണിക്കുന്നില്ല. അത് അറിയായ്മയുടെ കാലങ്ങളായിരുന്നു. ഒരുപക്ഷെ ഇന്നും നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ ജീവിക്കുകയായിരിക്കാം. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഇന്നായിരിക്കും. അതുകൊണ്ട് ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ഞാൻ ഓർക്കുന്നില്ല എന്നാണ്. ഇന്ന് തുടങ്ങുക. ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടുക. അതാണ് ഇവിടെ പറയുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക. മാനസാന്തരത്തെ സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എബൌട്ട് ടേൺ എന്ന് സൈന്യത്തിൽ അവർ പരേഡ് നടക്കുമ്പം പറയാറുണ്ട്. എബൌട്ട് ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, നേരെ എതിരായിട്ട് തിരിയുന്നതിനെയാണ്. ഞാൻ ലോകത്തിന് നേരെയായിരുന്നു, സ്വയത്തിന് നേരെയായിരുന്നു, എൻ്റെ താല്പര്യങ്ങൾക്ക് ദൈവം എൻ്റെ പിന്നിലായിരുന്നു. ഒരു ദിവസം ഞാൻ നേരെ തിരിഞ്ഞു. അതാണ് മാനസാന്തരം. ചിലർ പകുതിയെ തിരിയൂ. എബൌട്ട് ടേണിന് പകരം റൈറ്റ് ടേണോ ലെഫ്റ്റ് ടേണോ തിരിയും. അങ്ങനെ അവരവരുടെ ജീവിതം പാഴാക്കും. നിങ്ങൾ തിരിയേണ്ട എബൌട്ട് ടേണാണ്. നിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും നീ പൂർണ്ണമായിട്ടും തിരിയണം. ഇനിയും കർത്താവേ, എനിക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യണം. നീ അത് ചെയ്താൽ നിൻ്റെ ജീവിതം കൊണ്ട് ചില കാര്യം നിനക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം നീ മാനസാന്തരപ്പെട്ടാലും. അതുകൊണ്ട് ഞാൻ കാണുന്നത് മാനുഷിക രീതിയിൽ 30 കൊല്ലം അവൻ പാഴാക്കിയെങ്കിലും ദൈവം അതിൻ്റെ കണക്ക് നോക്കിയില്ല. ദൈവം അത് കാര്യമാക്കിയില്ല. 30-ാമത്തെ വയസ്സിലാണ് ഇവൻ മാനസാന്തരപ്പെട്ടത്. ശരി, 30-ാം വയസ്സിലാണ് അവനെക്കുറിച്ചുള്ള പദ്ധതി തുടങ്ങിയത്. അവിടുന്ന് നിങ്ങൾക്ക് അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കഴിയും. ദൈവത്തെ പറ്റിയുള്ളൊരു മനോഹരമായ കാര്യമാണിത്. എൻ്റെ ജീവിതത്തിൽ അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം 16 കൊല്ലം ഞാനൊരു പിന്മാറ്റക്കാരനായിരുന്നു. അപ്പോഴും ഞാൻ പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ പാപത്തെ ജയിക്കുന്ന കാര്യം ഞാൻ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 48 കൊല്ലം പൂർണ്ണമായിട്ടും വ്യത്യസ്തമായൊരു ജീവിതമായിരുന്നു. ഭൂമിയിൽ സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്നത്. എന്നെ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു. എൻ്റെ അറിയായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കിയില്ല. അവൻ തൻ്റെ ഇഷ്ടം എന്നിൽ കൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു.